ഹരേ കൃഷ്ണ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്തേ. ഇന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ആ ഭാഗവത ഗ്രന്ഥം, ഭാഗവതത്തിൻ്റെ വ്യാപ്തിയും മഹാത്മ്യമൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്ര വലിയൊരു സാഹസത്തിനാണ് പുറപ്പെടുന്നത് എന്നുള്ളത് ചിന്തിക്കുമ്പോൾ ഉള്ളിൽ ചെറിയ ഒരു ഭയം ഇല്ലാതില്ല. എന്നാലും അഭയം തരാൻ ഗുരുവായൂരപ്പൻ ഉണ്ടാവുമ്പോൾ എന്തിനാണ് പേടിക്കുന്നത് അല്ലേ? മുന്നോട്ട് നയിക്കാൻ തേരാളിയായിട്ട് ശ്രീ വാസുദേവൻ തന്നെ ഉണ്ടാവും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഭാഗവതത്തിലെ കഥകൾ, 12 സ്കന്ധങ്ങൾ അടങ്ങിയിട്ടുള്ള ഭാഗവതത്തിലെ കഥകൾ വൈശാഖ മാസത്തിലെ ഉടനീളമായിട്ട് നമ്മൾ ആ ഭഗവാന്റെ മുന്നിൽ, ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മാഹാത്മ്യം തൊട്ട് ആരംഭിക്കാം. ഈ പറയുന്ന കഥകൾ നിങ്ങൾ ആചാര്യമുഖത്ത് നിന്ന് കേട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ സ്വയം അത്രയും അധികം അറിവുള്ള ആൾക്കാരാണ്. എൻ്റെ ശ്രോതാക്കളായിട്ടുള്ള ഓരോരുത്തരും എന്നെക്കാളും എത്രയോ അധികം അറിവും മഹാത്മ്യമുള്ള ആൾക്കാരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കാരണം തന്നെ എന്ത് തെറ്റുകുറ്റങ്ങൾ പറ്റുന്ന സമയത്ത് പറ്റാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. കാരണം വളരെ പരിമിതമായിട്ടുള്ള അറിവാണ്. എന്നാലും വളരെയധികം ആഗ്രഹമുണ്ട് ഈ കഥകൾ പറയണം എന്നുള്ള. ആ ഒരു ആഗ്രഹം വെച്ച് ഭഗവാനിലെ മനസ്സിൽ ചിന്തിച്ചും കൊണ്ട്, മനസ്സിൽ ഭഗവാനെ ഉറപ്പിച്ചും കൊണ്ട് ഈ ഒരു സാഹസത്തിന് പുറപ്പെടുകയാണ്. അപ്പോൾ അറിവുള്ള നിങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലും തെറ്റുപറ്റുന്ന സമയത്ത് ക്ഷമിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാം ഭംഗിയായിട്ട് സാധിക്കാൻ വേണ്ടി ഭഗവാൻ തന്നെ നമ്മളെ മുന്നോട്ട് നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം പത്മപുരാണത്തിൽ പ്രതിപാദിക്കുന്ന 6 അധ്യായങ്ങളാണ്. സാധാരണ സപ്താഹ വേദികളിൽ ഭാഗവതം തുടങ്ങുന്നതിന് തൊട്ട് മുൻപായിട്ട് ഈ 6 അധ്യായങ്ങൾ പ്രതിപാദിക്കാറുണ്ട്. സാധാരണ സപ്താഹവേദികളിൽ ഭാഗവതം പാരായണവും പ്രഭാഷണവും തുടങ്ങുന്നതിന് മുൻപായിട്ട് പത്മപുരാണത്തിലെ ഈ മഹാത്മ്യ ഭാഗങ്ങൾ പ്രതിപാദിക്കാറുണ്ട്, വായിച്ചു പോവാറുണ്ട്, കഥകൾ പറയാറുണ്ട്. അപ്പോൾ ഈ ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം, അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം നമ്മൾ ഉപാസിക്കുന്നതിന് മുൻപും, അല്ലെങ്കിൽ അതിപ്പോൾ ഒരു ഈശ്വരകാര്യം, ആധ്യാത്മിക കാര്യമാകുമ്പോൾ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പുതിയതായിട്ട് ആരംഭിക്കുകയാണ്, ചെയ്യാൻ ആരംഭിക്കുകയാണ്, അല്ലെങ്കിൽ പഠിക്കാൻ ആരംഭിക്കുകയാണ്, അങ്ങനെ ഒരു കാര്യം നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ആദ്യം നമ്മളത് എന്തിനാണ് ചെയ്യണത്, അതിൻ്റെ ആ മഹാത്മ്യം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ടൊരു ധാരണ ഉണ്ടാവണം അല്ലേ? അപ്പോൾ ഭാഗവതം നമ്മൾ ഉപാസിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഭാഗവതത്തിലൂടെ ഭഗവാനെ ഉപാസിക്കുന്നത് കൊണ്ട് എന്താണ് അതിൻ്റെ ശ്രേഷ്ഠത, ഭാഗവതത്തിന് എന്താണ് ഇത്രയധികം മഹാത്മ്യം പറയുന്നത്, അല്ലെങ്കിൽ ഭാഗവതത്തിനെ പ്രത്യേകം പത്മപുരാണത്തിൽ പ്രതിപാദിക്കുന്നത് സപ്താഹ രൂപത്തിൽ ഭാഗവതത്തിനെ ശ്രവിക്കുന്നതിൻ്റെ മഹാത്മ്യത്തിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് ഈ ഗ്രന്ഥത്തിന് ഇത്രയധികം മഹാത്മ്യം, അതാണ് ഈ ഭാഗവത മഹാത്മ്യത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആ കഥ എവിടെയാണ് ആരംഭിക്കുന്നത് എന്ന് വെച്ചാൽ, നൈമിഷാരണ്യത്തിൽ ശൗനകാദി മഹർഷീശ്വരന്മാർക്ക് സൂതൻ പറഞ്ഞു കൊടുക്കുന്ന കഥയായിട്ടാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം ശ്രീമദ് ഭാഗവതവും അതേ ഈ ഒരു സംവാദത്തിലാണ് തുടങ്ങുന്നത്. അതായത് ശൗനകാദി മഹർഷീശ്വരന്മാർ വലിയ ഗംഭീരമായിട്ട് ഒരു യാഗം നടത്തുകയായിരുന്നു. ആ യാഗത്തിൻ്റെ ആ പര്യവസാനത്തിൻ്റെ സമയത്താണ് സൂതൻ അവിടെ എത്തിച്ചേരുന്നത്. സൂതൻ എന്ന് പറയുമ്പോൾ അനേകം ദേശങ്ങളിൽ സഞ്ചരിച്ച് ഭഗവത് കഥകൾ പാടി നടക്കുന്ന ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സൂതനെ കണ്ടപ്പോൾ സജ്ജനങ്ങളായിട്ടുള്ള ഈ ശൗനകാദികൾക്ക് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ ആ സൂതനെ അവിടെ സ്വാഗതം ചെയ്തിരുത്തി അദ്ദേഹത്തിന് വേണ്ട ആസനമൊക്കെ കൊടുത്തിട്ട് അതിനുശേഷം അദ്ദേഹത്തിനെ സൽക്കരിച്ചതിന് ശേഷം അദ്ദേഹത്തിനോട് പറയുകയാണ്, ഞങ്ങൾക്ക് ആ ഭഗവത് കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ട്. ഇവിടെ പ്രത്യേകം ചോദിക്കുന്നത്, ഈ കലികാലത്ത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം എന്താണ്, ഭഗവാനെ സാക്ഷാത്കരിക്കാനായിട്ട് ചെയ്യേണ്ട കർമ്മം എന്താണെന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് പറഞ്ഞു തുടങ്ങുന്നത്, പണ്ട് സനകാദി മഹർഷീശ്വരന്മാർ ആ ബദരികാശ്രമത്തിൽ വെച്ച് നാരദ മഹർഷിയെ കാണാൻ ഇടയായി. ആ കഥയെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ, സനകാദി മഹർഷിമാർ നമുക്കറിയാം ഭഗവാന്റെ അത്യധികം ശ്രേഷ്ഠന്മാരായിട്ടുള്ള ഭക്തന്മാരാണ്. ഈ 4 പേരും വളരെയധികം ജ്ഞാനികളും ഭക്തി ഉത്തമന്മാരുമായിട്ടുള്ള ആൾക്കാരാണ്. അവർ ബദരിയിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർ 4 പേരും എപ്പോഴും ഒരുമിച്ചാണ് സഞ്ചരിക്കുക. അപ്പോൾ അങ്ങനെ അവർ സഞ്ചരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, നാരദ മഹർഷിയെ കാണാനിടയായി. നാരദ മഹർഷി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏത് സമയവും ഭഗവാന്റെ നാമം നാരായണ നാരായണ എന്ന് ജപിച്ചും കൊണ്ട് അവിടെ എല്ലാ ലോകത്തിലും സഞ്ചരിക്കുന്ന ആളാണല്ലേ. അങ്ങനെയുള്ള നാരദ മഹർഷി
സദാസമയവും ആനന്ദത്തിലാണ് ഉണ്ടാവാറ്. കാരണം ആ ഭഗവത് ചിന്തയോടുകൂടി അദ്ദേഹം സഞ്ചരിക്കുന്നത് കാരണം എപ്പോഴും ആ സന്തോഷവാനായിട്ട് ആ ആനന്ദം അനുഭവിച്ചുകൊണ്ടാണ് ആ നാരദ മഹർഷിയെ കാണാൻ സാധിക്കാറ്. പക്ഷേ ഇന്ന് ആ നാരദ മഹർഷിയെ കണ്ടപ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ അദ്ദേഹം വളരെയധികം വിഷണ്ണനായിരുന്നു എന്നാ. ഭയങ്കര ഒരു വിഷമം അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകാശിച്ചു കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ സനകാദികൾ ചോദിച്ചു എന്താണ് അതിൻ്റെ കാരണം നാരദരെ പോലെ ഇത്രയും മഹാത്മ്യമുള്ള ഒരാൾ, ഇത്രയും ഭക്തനായിട്ടുള്ള ഒരാൾക്ക് എന്ത് വിഷമാണ് ഉണ്ടാവുക എന്നുള്ള ഭാവത്തിൽ ചോദിച്ചപ്പോൾ അവിടെ നാരദൻ പറഞ്ഞു കൊടുക്കുകയാണ്, നാരദനെ പോലെയുള്ള ഒരു സജ്ജനത്തിനൊരു വിഷമമുണ്ടെങ്കിൽ അത് നാരദൻ്റെ വിഷമാവണമെന്നില്ല. സാധാരണഗതിക്ക് ഭഗവത് ഭക്തന്മാർക്ക്, വൈഷ്ണവന്മാരുടെ അല്ലെങ്കിൽ സജ്ജനങ്ങളുടെ മഹാത്മ്യം എന്താന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ദുഃഖം കണ്ടിട്ടാണ് അവർ ആ ദുഃഖം സ്വയം സ്വീകരിച്ച് അതിന് നിവാരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. കാരണം വേറുള്ള ആൾക്കാർ ആ ബുദ്ധിമുട്ടിലുള്ളത് അല്ലെങ്കിൽ വിഷമത്തിലുള്ളത് അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതിന് അവരെ കൊണ്ട് എന്താണോ സാധിക്കുക ആ രീതിയിൽ അതിന് നിവാരണം ചെയ്യാനുള്ള മാർഗം തിരഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് യഥാർത്ഥ വൈഷ്ണവന്മാർ, സജ്ജനങ്ങൾ. അങ്ങനെ തന്നെയാണ് ഇവിടെ നാരദ മഹർഷിയുടെ ആ വിഷാദത്തിനുള്ള കാരണം അവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ നാരദർ പറയണു അദ്ദേഹം ഈ ഭാരതഭൂമിയിൽ ഉടനീളെ സഞ്ചരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കാണാനിടയായി എന്നാണ് പറയുന്നത്. അതായത് ഒരു യുവതി ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്നുണ്ട്. ആ യുവതിയുടെ മടിത്തട്ടിൽ 2 വൃദ്ധന്മാരെ കിടക്കണുണ്ട്. ആ യുവതിയുടെ ചുറ്റും അനേകം ദാസികളായിട്ട് വേറെ യുവതികൾ ഈ യുവതിയെ ശുശ്രൂഷിച്ചും കൊണ്ട് ഉണ്ട്. അപ്പോൾ ഇതെന്താണ് കഥ? കാരണം ആ യുവതിയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര വിഷമം കാണാനുണ്ട്, ഭയങ്കര വിഷാദത്തിലാണ് ഉള്ളത്. അപ്പോൾ ഇതെന്താണ് കഥ? ഇങ്ങനെ വിചിത്രമായിട്ടുള്ള ഒരു കാഴ്ച കണ്ട സമയത്ത് നാരദ മഹർഷി അവിടെ പോയിട്ട് അന്വേഷിച്ചു എന്നാണ്. ഇതെന്താണ്, ഭവതി ആരാണ്, ഈ വൃദ്ധന്മാരാരാണ്, അതേപോലെ ഈ ദാസികളായിട്ട് കൂടെയുള്ള ഈ യുവതിമാരാരാണ്, ഇതൊക്കെ എന്തിനാണ് വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെ വിസ്തരിച്ച് ചോദിച്ച സമയത്ത് ആ യുവതി പറഞ്ഞു എന്നാണ്, എൻ്റെ പേര് ഭക്തി എന്നാണെന്നാണ് പറയണത്. ഈ എൻ്റെ മടിയിൽ കിടക്കണ ഈ 2 വൃദ്ധന്മാർ എൻ്റെ പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവുമാണ്. പിന്നെ ഈ ദാസിമാരായിട്ട് കാണുന്ന ഈ യുവതിമാരാണെങ്കിൽ ഗംഗ, യമുന മുതലായിട്ടുള്ള നദികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ പാദത്തിലുള്ള ആ സ്നേഹം, ആ സമർപ്പണം, അതിനെ തന്നെയാണ് ഭക്തി, പ്രേമം, ആ ഭഗവാന്റെ കാൽക്കലുള്ള പ്രേമം, ഭഗവാനെ സ്വന്തമായി കരുതിയും കൊണ്ട് ആ സമർപ്പണ ഭാവത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണോ അതിനെയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയുടെ ആ സ്വരൂപം, ആ യഥാർത്ഥ രൂപത്തിലുള്ള ആ യുവതിയായതുകൊണ്ട് ഭക്തി അവിടെ നിൽക്കുന്നതാണ് കാണാൻ സാധിച്ചത്. ആ ഭക്തിയുടെ മടിയിൽ കിടക്കുന്ന വൃദ്ധന്മാർ ജ്ഞാനവും വൈരാഗ്യവുമാണെന്ന് പറഞ്ഞു. ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാന്റെ വിഷയത്തിൽ, ഭക്തിയുടെ വിഷയത്തിൽ ഉള്ള അറിവിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല വിധത്തിൽ അതിനെ പറയാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ എന്താണ്, ഇപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും അറിയാം ആ ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം. അങ്ങനെയുള്ള ആ ഗൂഢമായ തലത്തിൽ നമ്മൾ ഈ ശരീരമാണോ അല്ല ആത്മാവാണ്, നമ്മൾ ആ ജീവാത്മാവാണ്, ആ ഭഗവാനിൽ നിന്ന് പുറപ്പെട്ട ആൾക്കാരാണ്. അനേകം ജന്മങ്ങൾ എടുത്തും കൊണ്ട് ആ കർമ്മ പ്രാരബ്ധത്തിൽ പെട്ടിട്ട് ആ ജനന മരണ ആ സൈക്കിളിൽ പെട്ടിട്ട് ഏതോ ഒരു അമ്മയുടെ മകളോ മകനോ ആയിട്ട് ഇവിടെ വന്ന് ജനിച്ച ആൾക്കാരാണ്. ഈ കർമ്മത്തിൽ നിന്ന്, കർമ്മച്ചങ്ങലയിൽ നിന്ന് വിടുവിക്കാതെ നമ്മൾക്ക് ഒരിക്കലും തിരിച്ചു മോക്ഷം സാധിക്കില്ല, ആ പരമാത്മാവിലേക്ക് തിരിച്ചെത്താൻ സാധിക്കില്ല. ഇപ്പം ഈ പറഞ്ഞ തത്വങ്ങൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനെക്കുറിച്ചുള്ള അറിവ് സാഖ്യയോഗത്തിനെ കുറിച്ചായാലും കർമ്മയോഗത്തിനെ കുറിച്ചായാലും ഭക്തിയോഗത്തിനെ കുറിച്ചായാലും ഈ പറഞ്ഞ എല്ലാ യോഗത്തിലും ആ പല മാർഗങ്ങളിലൂടെ ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമാണ് പറയുന്നത് ഓരോ യോഗത്തിലും. പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ള അറിവ്, അതിനെയാണ് ഇവിടെ ജ്ഞാനം എന്ന് സൂചിപ്പിക്കുന്നത്. ജ്ഞാനം അതേപോലെ വൈരാഗ്യം. ഈ ജ്ഞാനം മാത്രം ഉണ്ടായതുകൊണ്ടും ആയില്ല, വൈരാഗ്യം എന്നുള്ള ബോധവും കൂടി വേണം. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പോൾ പറയുന്ന സമയത്ത് സാധാരണഗതിക്ക് മലയാളം ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ വൈരാഗ്യം എന്ന് പറയുമ്പോൾ വിദ്വേഷബുദ്ധി എന്നാണ് മനസ്സിലേക്ക് വരിക. വൈരാഗ്യം എന്ന ഭാഗവതത്തിൽ ഉദ്ദേശിക്കുന്നത് അതിനെയല്ല. എന്തൊരു കാര്യം ഉണ്ടെന്നുണ്ടെങ്കിലും ആ കാര്യത്തിനോട് അത്യാസക്തി വരാതെ, ആ കാര്യം അവിടെ ഇല്ലാണ്ടേ ആയാലും തന്നെ അത് ബാധിക്കാത്ത രീതിയിൽ നമുക്ക് നിൽക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിനോട് നമുക്ക് വൈരാഗ്യമാണ്. അതായത് പൂർണ്ണമായ ഡിറ്റാച്ച്മെൻറ്റ്, അതാണ് വൈരാഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു വസ്തു നമ്മളുടെ മുൻപിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഒരു ഭക്ഷണ സാധനമാണെന്ന് വിചാരിക്കുക.
ആ സാധനം മുൻപിൽ വെച്ച് അത് നമ്മൾ ഭക്ഷിക്കുന്ന സമയത്ത് നമ്മുടെ വിശപ്പ് മാറാനും നമുക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള ആ ത്രാണി ഉണ്ടാവാനും വേണ്ടി ഭക്ഷണം സ്വീകരിക്കണ പോലെ എത്ര സ്വാദുള്ള സാധനമാണെങ്കിലും ആ രീതിയിൽ നമുക്ക് സ്വീകരിക്കാനും സാധിക്കണു. അതല്ല, അത് പെട്ടെന്ന് അവിടുന്ന് ഇല്ലാണ്ടിയായി വിചാരിക്കുക, അത് ആർക്കെങ്കിലും കൊടുക്കേണ്ടി വന്നു, അല്ലെങ്കിൽ അത് പെട്ടെന്നാണ് മനസ്സിലായത് ആ ഒരു വസ്തു കൊണ്ടുവന്നത് കേടുള്ള സാധനമാണ്, അപ്പം നമുക്ക് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാഹചര്യം, അല്ലെങ്കിൽ പെട്ടെന്നൊരു സന്ദർഭത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ട് ആ വൈദ്യനോട് പോയിട്ട് കാണുന്ന സമയത്ത് പറയുകയാണ് ഈ ഭക്ഷണം ഇനി കഴിക്കാൻ പാടില്ല. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾക്ക് വിഷമൊന്നും കൂടാണ്ട് ആ സാധനത്തിനെ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും കൂടാണ്ട് ത്യജിക്കാൻ സാധിക്കണു. അതായത് അതിനോടൊരു ആസക്തി, ആ ഇന്ദ്രിയ നിഗ്രഹം നമുക്ക് സാധിക്കുന്നുണ്ട്. സ്വാദ് എന്നുള്ള ഒരു ആ സമ്പ്രദായത്തിന് നമ്മൾ അടിമയാവാതെ നമ്മൾക്ക് അതിനെ ത്യജിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ ആ വസ്തുവിനോട് നമുക്ക് വൈരാഗ്യം ഉണ്ടെന്നർത്ഥം. ഈ വൈരാഗ്യം എന്നുള്ള ബോധം ഈ ലോകത്തിൽ കാണുന്ന സകല സാധനങ്ങളോടും നമുക്ക് സാധിക്കണം. അപ്പോഴാണ് നമ്മൾക്ക് ഭക്തി ഉറയ്ക്കുക. അപ്പോൾ ഭക്തി ഉറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും വേണം. ജ്ഞാനം വേണം, ഭഗവാന്റെ പാദത്തിലുള്ള അറിവ് വേണം, അതേപോലെ തന്നെ വൈരാഗ്യവും വേണം. അതായത് യാതൊരു കാരണത്തിൻ്റെയും യാതൊരു വസ്തുവിൻ്റെ മേലും വ്യക്തിയുടെ മേലും നമുക്ക് ആസക്തി ഉണ്ടാവാൻ പാടില്ല. ഈ രണ്ട് കാര്യങ്ങൾ, ഭക്തിയിൽ നിന്ന് ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവണു, അതേപോലെ ജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുമ്പോൾ ഭക്തി ഉറയ്ക്കണു. ഈ മൂന്ന് കാര്യങ്ങളും ഒന്നിച്ചു വരുമ്പോഴാണ് ശരിക്കും ഭഗവത് സായുജ്യം നമുക്ക് സാധ്യാവുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളെയാണ് അവിടെ നാരദ മഹർഷി കണ്ടത്. അപ്പോൾ നാരദ മഹർഷി കണ്ടപ്പോൾ ഭക്തിയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ അത്ഭുതമായി. കാരണം ആ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഭക്തി. അപ്പോൾ അങ്ങനെയുള്ള ഭക്തി ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. ഭക്തിയുടെ മടിയിലാണെങ്കിൽ പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങൾ വൃദ്ധന്മാരായി കിടക്കണു. അപ്പോൾ അതെന്തേ അങ്ങനെയെന്ന് ചോദിച്ച സമയത്താണ് പറഞ്ഞത്, ഈ കലികാലം ആരംഭിച്ചതിന് ശേഷം ലോകരുടെ ദുഷ്ടത കാരണം ഭക്തിക്കും ജ്ഞാനത്തിനും വൈരാഗ്യത്തിനും സ്ഥാനമില്ലാണ്ടായി. ലോകരുടെ ഹൃദയത്തിൽ സ്ഥാനമില്ലാണ്ടായി. ഭഗവൻ നാമങ്ങൾ ചൊല്ലണില്ല, ഭഗവത് ചിന്തകൾ ഉണ്ടാവണില്ല, ക്ഷേത്രദർശനങ്ങൾ ഉണ്ടാവണില്ല. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ ഭക്തി അവിടെ മങ്ങി വന്നു. ഭക്തിക്കും ആ കുട്ടികൾക്കും ഒരേപോലെ വാർദ്ധക്യം ബാധിച്ചു. ഇവിടെ വാർദ്ധക്യം ബാധിച്ചു എന്ന് പറയുന്നത് അവിടെ ഒരു കാവ്യഭംഗിയിൽ പറയുന്ന സംഭവമാണത്. അതായത് അവർ ശോഷിച്ചു എന്നർത്ഥം. ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ എന്നുള്ള ഭാവങ്ങൾ ശോഷിച്ചു. ആ മനുഷ്യന്റെ കർമ്മം കാരണം അവർ ശോഷിച്ചു. അങ്ങനെ അവർ ഭാരതത്തിലുടനീളം പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. അവസാനം വൃന്ദാവനത്തിലെത്തിയ സമയത്ത് ഭക്തിക്ക് തൻ്റെ യുവത്വം തിരിച്ചു കിട്ടി. പക്ഷെ ജ്ഞാനവൈരാഗ്യങ്ങൾ അപ്പോഴും ആ വൃദ്ധാവസ്ഥയിൽ ശോഷിച്ചും കൊണ്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഭക്തിക്ക് എന്തുകൊണ്ട് സാധിച്ചു എന്ന് വെച്ചാൽ ഭഗവാൻ അവിടെ കളിച്ചു വളർന്ന സ്ഥലമാണല്ലേ വൃന്ദാവനം. ഭഗവത് നാമങ്ങൾ സദാ ഉച്ചരിച്ച് കേൾക്കണ ആ സ്ഥാനമായ വൃന്ദാവനം അവിടെ എത്തിയ സമയത്താണ് ഭക്തിക്ക് തൻ്റെ ആ യുവത്വവും തൻ്റെ ആ ശക്തിയും കാര്യങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്. പക്ഷെ അപ്പോഴും ജ്ഞാനവൈരാഗ്യങ്ങൾ അതേ സ്ഥാനത്ത് തന്നെ അതേപോലെ തന്നെ കിടക്കുകയാണ്. അങ്ങനെ അവരെ വീണ്ടും ഉണർത്താൻ വേണ്ടിയിട്ട്, അവർക്ക് പഴയ രീതിയിൽ ആ യുവത്വം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് തനിക്ക് അറിയില്ല എന്നുള്ള ഭാവത്തിൽ വിഷമിച്ചിരിക്കുകയാണ് ഭക്തി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഭക്തിയെ കണ്ടപ്പോൾ നാരദന് വളരെയധികം വിഷമം തോന്നിയെന്ന. എന്നാൽ ഭക്തി പറയുന്നുണ്ട്, ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള ആളെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ആ ഭക്തന്മാരായിട്ടുള്ള എത്ര ആൾക്കാരെയാണ് ഭഗവാന്റെ മാർഗത്തിൽ എത്തിച്ചിട്ടുള്ളത് അല്ലേ. ധ്രുവന്റെ ആ ഉദാഹരണം എടുത്താലും അല്ല പ്രഹ്ലാദന്റെ ഉദാഹരണം എടുത്താലും എത്ര വലിയ വലിയ മഹാത്മ്യമുള്ള ആൾക്കാരെ ആ ഭഗവാന്റെ ആ പാദത്തിലേക്ക് ആ ഭക്തി വർദ്ധിപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ മാർഗം കാണിച്ചു കൊടുത്തിട്ടുള്ള ആളാണ് നാരദ മഹർഷി. എല്ലാവർക്കും ഗുരുവായിട്ട് ഭഗവാൻ മാർഗത്തിലേക്ക് എത്താൻ ഗുരുവായിട്ട് ഭവിക്കുന്ന ആളാണ് നാരദ മഹർഷി. അങ്ങനെയുള്ള നാരദ മഹർഷിക്ക് അല്ലാണ്ട് എന്നെ സഹായിക്കാൻ വേറെ ആർക്കും സാധിക്കില്ല എന്ന് ഭക്തി പറയുമ്പോൾ നാരദ മഹർഷി അവിടെ സമാശ്വസിപ്പിക്കുന്നുണ്ട്. ഭക്തിയോളം ഭഗവാന് പ്രീതിയുള്ള വേറൊരാളില്ല എന്നാ. കാരണം ഭക്തി ആരിൽ ശോഭിക്കണോ, ഏതൊരു വ്യക്തിയോ ആയിക്കോട്ടെ, എത്ര മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയോ ആയിക്കോട്ടെ, ഏത് കുലത്തിൽ ജനിച്ചവനായിക്കോട്ടെ, ഏത് കർമ്മം കൊണ്ടായാലും ജന്മം കൊണ്ടായാലും എത്ര രീതിയിൽ എത്ര അധപ്പതിച്ചിട്ടുള്ള ആണെന്നുണ്ടെങ്കിലും ആ ഭക്തി എന്നുള്ള ഒരു ഗുണം അവരുടെ മനസ്സിൽ വിളങ്ങണുണ്ടെന്നുണ്ടെങ്കിൽ ഭഗവാന് അവർ പ്രീതരായി തീർന്നു. അവർക്ക് ഭഗവാന്റെ വാത്സല്യം സദാ ഉണ്ടാവണമെന്ന് നാരദർ ഇവിടെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഭക്തിയെ സമാശ്വസിപ്പിച്ചുകൊണ്ട് ഇവിടെ ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ട് അനേകം പ്രയത്നങ്ങൾ നടത്തുകയാണ് നാരദ മഹർഷി. ആദ്യം അദ്ദേഹം
അവരുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ചെവിയിൽ ആ വേദങ്ങളും ഉപനിഷത്ത് മന്ത്രങ്ങളും ഒക്കെ ഉച്ചരിച്ചിട്ട് അവരെ ഉണർത്താൻ ശ്രമിച്ചു നോക്കി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. പിന്നീട് ഭഗവത്ഗീത അവിടെ ഉച്ചരിച്ച് അവരെ കേൾപ്പിച്ചു എന്നാ. എന്നിട്ട് അവരോട് ഉണരൂ, എഴുന്നേൽക്കൂന്ന് വളരെയധികം സ്നേഹത്തോടു കൂടിയും ശക്തിയോടുകൂടിയും പറഞ്ഞപ്പോഴും ആ ഭഗവത്ഗീത കേട്ട സമയത്ത് ഒന്ന് കണ്ണു തുറന്നു, എന്നാലും വീണ്ടും മയങ്ങിപ്പോയി എന്നാ. അത്രയ്ക്കധികം ശോഷിച്ചു പോയിരിക്കണു ജ്ഞാനവും വൈരാഗ്യവും ഈ ലോകത്തിൽ നിന്ന്. അപ്പൊ ഇനി എന്താണ് മാർഗം? എന്നാൽ നാരദരവിടെ ഉറച്ചു തീരുമാനിച്ചിരിക്കണു, ഇവരെ രക്ഷിച്ചിട്ടേ ഇനി വേറെ കാര്യമുള്ളൂ. അതാണ് ഭക്തന്മാരുടെ മഹാത്മ്യം. അവരൊരു കാര്യത്തിന് പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ഭഗവാനിൽ സമർപ്പിച്ചിട്ടാണ് അവർ പുറപ്പെടുക. പിന്നെ ആ കാര്യം നേരെയാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്തം ഭഗവാന്റെയാ. അപ്പൊ അങ്ങനെ ആ ഉറച്ച തീരുമാനത്തോടു കൂടി പുറപ്പെട്ടുള്ള നാരദ മഹർഷി ഇനി എന്താണ് ഞാൻ ചെയ്യുക ഭഗവാനെ എന്ന് അവിടെ ധർമ്മസങ്കടത്തിലായിക്കൊണ്ട് ചിന്തിച്ച സമയത്ത് ഒരു അശരീരി വാക്ക് കേട്ടു എന്നാ. അങ്ങേക്ക് തീർച്ചയായിട്ടും ഇതിൻ്റെ മറുപടി, ഇതിൻ്റെ നിവാരണം, ഈ പ്രശ്നത്തിൻ്റെ നിവാരണം അങ്ങേക്ക് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാൻ സാധിക്കും. അതിനൊരു സൽക്കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട്. സജ്ജനങ്ങളെ കണ്ടുമുട്ടിയാൽ അവരത് പറഞ്ഞു തരും, ആ സൽക്കർമ്മം എന്താണെന്ന് പറഞ്ഞു തരും എന്ന് ഒരു അശരീരി വാക്ക് കേൾക്കാൻ സാധിച്ചു എന്നാ. അങ്ങനെ ആ അശരീരി വാക്ക് കേട്ടപ്പോൾ പിന്നെ നാരദർക്ക് അതായി ചിന്ത. കാരണം ആരാണ് ആ സജ്ജനങ്ങൾ, എന്താണ് ആ സൽക്കർമ്മം, അത് കണ്ടുപിടിക്കണം. അങ്ങനെ അദ്ദേഹം യാത്ര ആരംഭിച്ചു. അനേകം സ്ഥലങ്ങളിലെത്തി, പല മഹർഷീശ്വരന്മാരെയും കണ്ടു, ഭക്തന്മാരെ കണ്ടു, സജ്ജനങ്ങളെ കണ്ടു. അവരോടൊക്കെ ചോദിച്ചു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എന്താണ് ഇതിന് നിവാരണം? അപ്പോൾ അവരോടൊക്കെ പറഞ്ഞു, വേദങ്ങൾ ചൊല്ലി, ഉപനിഷത്തുകൾ ചൊല്ലി, ഭഗവത്ഗീത ചൊല്ലി, എന്നിട്ടൊന്നും അവരെ ഉണർത്താൻ സാധിച്ചില്ല എന്ന് കേട്ടപ്പോൾ അവരെല്ലാവരും കൈമലർത്തി. കാരണം ആ നാരദർക്ക് പോലും അറിയില്ല, ഇത്രയും മഹാത്മ്യമുള്ള കാര്യങ്ങൾ ചെയ്തിട്ടും അതിന് സാധിച്ചതുമില്ല. നാരദരടക്കം ഇവിടെ ഉത്തരമില്ലാതെ നിൽക്കുക എന്ന് പറയുമ്പോൾ നാരദരെക്കാളും അറിവ് ഞങ്ങൾക്കൊന്നുമില്ല, അപ്പം ഞങ്ങൾ എന്താ പറയുക എന്നുള്ള മട്ടിലായി അവരെല്ലാവരും. അങ്ങനെ അവരുടെ അടുത്തുനിന്നൊന്നും ഉത്തരം കിട്ടാതെ ഇദ്ദേഹം വീണ്ടും സഞ്ചരിച്ചു. അനേകം സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു. അവസാനമാണ് ബദരികാശ്രമത്തിൽ എത്തിയത്. അവിടെ വെച്ചാണ് ഈ സനകാദികളെ കാണുന്നത്. അപ്പോഴാണ് ഈ സനകാദികൾ ചോദിച്ചത്, എന്താണ് വിഷണ്ണനായിട്ടിരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് ആ കുമാര മഹർഷിമാർ പറഞ്ഞു, യാതൊരു പേടിയും വേണ്ടാന്നാ, ഒരു വിഷമവും വേണ്ട, ഇതിനുള്ള മാർഗം എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ഭാഗവതം, ശ്രീമദ് ഭാഗവതം സപ്താഹ രൂപത്തിൽ പറഞ്ഞു കേൾപ്പിക്കണം. ഈ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾക്ക് വീണ്ടും അവരുടെ ഊർജവും ശക്തിയും യുവത്വം ഒക്കെ തിരിച്ചു കിട്ടണമെങ്കിൽ വേറെ ഒരു മാർഗവും വേണ്ടാന്നാ. ഒരു സൽക്കർമ്മം ചെയ്യണം എന്ന് പറഞ്ഞത് ഇതന്നെയാണ്. ഒരു ഭാഗവത സപ്താഹ യജ്ഞം നടത്തണം. ആ യജ്ഞം ആരംഭിച്ചു കഴിഞ്ഞാൽ തന്നെ അങ്ങേക്ക് എന്താണോ ഉദ്ദേശിക്കണം ആ കാര്യം സാധിച്ചു കിട്ടുമെന്ന് അവിടെ പറയുകയാണ്. അങ്ങനെ ആ കുമാര മഹർഷിമാരെ വന്ദിച്ചും കൊണ്ട് ഇവിടെ ഗംഗാനദിയുടെ തീരത്ത് ആയിക്കൊണ്ട് അവിടെ ഗംഭീരമായിട്ട് ഒരു ഭാഗവത സപ്താഹം, ആദ്യത്തെ ഭാഗവത സപ്താഹം അവിടെ ആരംഭിക്കുകയാണ്. അങ്ങനെ അനേകം മഹർഷീശ്വരന്മാർ അവരുടെ ശിഷ്യന്മാരുടെ കൂടെ അവിടെ എത്തിച്ചേർന്നു. പുണ്യതീർത്ഥങ്ങൾ, പുണ്യനദികൾ, എല്ലാവിധ ഈ സൃഷ്ടിയിൽ കാണുന്ന എല്ലാവിധ ജീവികളും ചരാചര വസ്തുക്കൾ എല്ലാവരും അവിടെ ഓരോരോ രൂപത്തിലായിട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ആ ഭാഗവത കഥ കേൾക്കാൻ വേണ്ടിയിട്ട്. അവരുടെയൊക്കെ മധ്യത്തിൽ മുഖ്യ ശ്രോതാവായിട്ട് ആ ശ്രീനാരദ മഹർഷിയെ സങ്കല്പിച്ചും കൊണ്ട് സനകാദി മഹർഷീശ്വരന്മാര് ഭാഗവത കഥ പറയാൻ ആരംഭിച്ചു എന്നാ. ഭാഗവതത്തിന്റെ മഹാത്മ്യം പറയാൻ മാത്രം ആരംഭിക്കുകയേ ചെയ്തിട്ടുള്ളൂ. ആ ഒരു സന്ദർഭത്തിൽ തന്നെ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ അവിടേക്ക് ആ ഭക്തിയുടെ കൂടെ 2 കുട്ടികൾ ഓടിച്ചാടിയും കൊണ്ട് വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ആ വേദിയിലേക്ക് കടന്നു വരുന്നത് കണ്ടു എന്നാ. അപ്പൊ ആരാന്ന് നോക്കിയ സമയത്ത് നാരദർക്ക് അത്ഭുതമായി. കാരണം താൻ ആദ്യം കണ്ട പടുവൃദ്ധന്മാരായിട്ട് കണ്ട അതേ ജ്ഞാനവൈരാഗ്യങ്ങൾ ഇവിടെ ആ ഓടിച്ചാടിയും കൊണ്ട് ഭക്തിയുടെ കൈ പിടിച്ചും കൊണ്ട് അവിടേക്ക് കടന്നു വന്നിരിക്കണമെന്നാ. അപ്പോൾ ഭാഗവത സപ്താഹ യജ്ഞം ആരംഭിച്ച് ഭാഗവതത്തിന്റെ മഹാത്മ്യം ഒന്ന് പറയാൻ തുടങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ ആ ഭക്തിയും ജ്ഞാനവൈരാഗ്യങ്ങളും പൂർണ്ണ ആ യുവത്വവും ശക്തിയും ഊർജവും ഒക്കെ കൈവരിച്ചും കൊണ്ട് ആ വേദിയിലേക്ക് കടന്നു വന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന സമയത്ത് അവിടെ ചോദിക്കുന്നുണ്ട് ഭക്തിദേവി, ഞാൻ എവിടെയാണ് ഉപവിഷ്ടയാവേണ്ടത്, എൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ആ സനകാദി മഹർഷീശ്വരന്മാർ പറഞ്ഞു, യാതൊരു സംശയവും വേണ്ട ഭക്തിദേവി, ഭാഗവതം ശ്രവിക്കണ
ഏതൊരു ഭക്തനാണോ ആ ഭക്തന്റെ ഹൃദയത്തിലാണ് ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ സ്ഥാനം. അപ്പൊ അവിടെ പോയിട്ട് ഇരുന്നോളൂ എന്നാ. അങ്ങനെ ഇന്നും അതേ ഭാഗവതം എവിടെയാണോ കേൾക്കണത്, ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാവാം, പലവട്ടം കേട്ടിട്ടുള്ള ആൾക്കാരാവാം, മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാവാം, എന്ത് തരത്തിലുള്ള ആൾക്കാരായാലും വേണ്ടില്ല, ആ ഭാഗവതം എവിടെയാണോ കേൾക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ഇന്നും ഭക്തി ദേവി പുത്രന്മാരായിട്ടുള്ള ജ്ഞാനവൈരാഗ്യങ്ങളുടെ കൂടെ വർത്തിക്കണു എന്നാണ് പറയുന്നത്. ഇവിടെ പറയുന്നുണ്ട്, ഏത് വലിയ കലികാലമായാലും വേണ്ടില്ല, എത്ര വലിയ ദുഷ്ടന്മാരായാലും വേണ്ടില്ല, ആ ഭാഗവത ശ്രവണം സപ്താഹ രൂപത്തിൽ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട, ഭഗവത് പ്രീതിക്കും പാത്രമാവും, അത് മാത്രമല്ല മോക്ഷവും സാധിക്കും എന്ന് ഉറപ്പ് തരികയാണ് ഭാഗവത മഹാത്മ്യം. പിന്നീട് പറയുന്നുണ്ട്, എങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ ഭാഗവതം കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ മഹാപാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാർക്കും മുക്തി കിട്ടും എന്ന് പറയുമ്പോൾ അത് എങ്ങനെയുള്ള, എത്ര വലിയ പാപങ്ങൾ ചെയ്ത ആൾക്കാർക്കായാലും അതിന് സാധിക്കുമോ എന്നുള്ള അർത്ഥത്തിൽ ഒരു ചോദ്യം വന്നപ്പോൾ അവിടെ ആ സനകാദികൾ തന്നെ പറയുന്ന കഥയാണ്. പണ്ട് ആത്മദേവൻ എന്ന് പറഞ്ഞ ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു എന്നാ. തുംഗഭദ്ര നദീ തീരത്ത് ആത്മദേവൻ എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ അദ്ദേഹത്തിന്റെ പത്നിയായിട്ടുള്ള ധുന്ധുളിയുടെ കൂടെ ജീവിച്ചു വരികയായിരുന്നു. ഈ ധുന്ധുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മദേവനും ധുന്ധുളിയും രണ്ട് വിഭിന്നമായിട്ടുള്ള സ്വഭാവത്തിലുള്ള ആൾക്കാരാണ്. ആത്മദേവൻ സജ്ജനമായിരുന്നു എന്നുണ്ടെങ്കിൽ ധുന്ധുളി ഇവിടെ ദുർജനമായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. അതായത് ആത്മദേവൻ ആ ഭഗവത് കാര്യങ്ങളിലും മനസ്സ് ഉറപ്പിച്ചുകൊണ്ട് ആ ഭഗവാന് നിഷ്ഠയായിക്കൊണ്ട് ആ കർമ്മങ്ങളൊക്കെ ചെയ്തും കൊണ്ട് ഭഗവാനിൽ സമർപ്പിച്ചിട്ടുള്ള ഒരു ജീവിതമായിരുന്നു എന്നുണ്ടെങ്കിൽ ധുന്ധുളി, ആ പത്നിയായിട്ടുള്ള ധുന്ധുളി അവിടെ പരദൂഷണവും അതേപോലെ മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട് കുറ്റം പറയുക, അതേപോലെ അവരോട് ഈർഷ്യ, അസൂയ ഇത്യാദിയുള്ള ഭാവങ്ങൾ, അതേപോലെ കലഹപ്രിയ, അങ്ങനെയുള്ള രീതിയിലാണ് ഇവിടെ ഭാഗവത മഹാത്മ്യത്തിൽ ഈ ഒരു കഥാപാത്രത്തിനെ ചിത്രീകരിക്കുന്നത്. എന്തായാലും രണ്ടുപേരും രണ്ട് തരത്തിൽ, രണ്ട് സ്വഭാവത്തിലുള്ള ആൾക്കാരായിരുന്നു എന്നർത്ഥം. ഇങ്ങനെ അവർ ജീവിച്ചു വന്നിരുന്ന സമയത്ത് ഇദ്ദേഹത്തിന് ഒരു വിഷമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല, ആ സന്താന സൗഭാഗ്യം ഉണ്ടായില്ല എന്നുള്ള ഒരു വിഷമം. അദ്ദേഹം അനേകം സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു, ക്ഷേത്ര ദർശനവും കാര്യങ്ങളൊക്കെ അനേകം ചെയ്തു എന്നുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായില്ല. അങ്ങനെ അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഒരു തവണ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയതാണ്. അങ്ങനെ സഞ്ചരിച്ചു തുടങ്ങിയിട്ട് ഈ വിഷമമായിട്ട് ഇങ്ങനെ കഴിയണ സമയത്ത് പെട്ടെന്ന് ഒരു സന്ദർഭത്തിൽ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു തടാകത്തിൽ അദ്ദേഹം ആ വെള്ളം കുടിക്കുന്ന സമയത്ത് ഒരു മഹർഷീശ്വരനെ കാണാനിടയായിന്ന. അപ്പോൾ ആ മഹർഷീശ്വരനെ കണ്ടപ്പോൾ അദ്ദേഹം കാല് തൊട്ട് വന്ദിക്കുകയും നമസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിനെ ആ മഹർഷി എണീപ്പിച്ചു. അനുഗ്രഹിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മുഖം നോക്കിയപ്പോൾ വിഷമം ഉണ്ട്, വളരെയധികം വിഷണ്ണനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായി. എന്താണ് കാരണം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എനിക്ക് സകലവിധ സൗഭാഗ്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷെ ഒരൊറ്റ വിഷമേ ഉള്ളൂ, എനിക്ക് കുട്ടികളില്ല. അപ്പോൾ അനേകം കാലമായി വിവാഹം ചെയ്തിട്ടെന്നുണ്ടെങ്കിലും എനിക്കിതുവരെ സന്താനങ്ങളുടെ ആ ഒരു സൗഭാഗ്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷമം കണ്ടിട്ട് ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, എന്നെ അനുഗ്രഹിക്കണം, എന്തെങ്കിലും ആ അനുഗ്രഹം തന്നും കൊണ്ട് എനിക്ക് ആ പുത്രന്മാരുണ്ടാവാനുള്ള ഒരു യോഗം എനിക്ക് ഉണ്ടാവണം എന്നുള്ള രീതിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഇദ്ദേഹം ആ ജ്ഞാനദൃഷ്ടിയിൽ നോക്കിയും കൊണ്ട് പറഞ്ഞു അത്രേ, അങ്ങേക്ക് 7 ജന്മത്തിൽ കുട്ടികൾ ഉണ്ടാവാൻ, ഇനി അങ്ങോട്ട് 7 ജന്മങ്ങളിലായിട്ട് കുട്ടികൾ ഉണ്ടാവാനുള്ള യോഗം കാണാനില്ല. പക്ഷെ കുട്ടികൾ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അത് എല്ലാവർക്കും സൗഭാഗ്യമാണെന്ന് അങ്ങ് കരുതരുത്. ഇപ്പോൾ കുട്ടികളില്ലാത്ത ഒരാൾക്കാണെങ്കിൽ അതാണ് ദുഃഖം. കുട്ടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ സൽപുത്രന്മാരല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗങ്ങളോ അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും ഈ മാതാപിതാക്കന്മാർക്ക് ദുഃഖം ഉണ്ടാവാം. അപ്പോൾ കുട്ടികളെ ഉണ്ടായി എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം സകലവിധ സുഖങ്ങളും ഉണ്ടാവുമെന്ന് തെറ്റിദ്ധരിക്കരുത്. എല്ലാവർക്കും പല രീതിയിലാണ് കർമ്മപ്രാരബ്ധം, അത്രയേ ഉള്ളൂ. ചിലർക്ക് കുട്ടികളുണ്ട്, ചിലർക്ക് അങ്ങനെയാണ്, ചിലർക്ക് കുട്ടികളില്ലാത്ത രീതിയിലാണ്, അത്രേ വ്യത്യാസമുള്ളൂ. അപ്പോൾ അങ്ങേക്ക് 7 ജന്മത്തിന് കുട്ടികൾ ഉണ്ടാവില്ല എന്നാണ് ശരിക്കും യോഗം കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ശാഠ്യം പിടിക്കാതിരിക്കുകയാണ് നല്ലതെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പറഞ്ഞതിന് നേരെ വിപരീതമായിട്ടാണ് ആത്മദേവൻ വീണ്ടും പറഞ്ഞത്. കുട്ടികളില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ മോക്ഷം എങ്ങനെയാണ് സാധിക്കുക, സ്വർഗലോകത്തിൽ എങ്ങനെയാണ് പോകാൻ സാധിക്കുക? അപ്പോൾ ആ നരകലോകത്തിൽ നിന്ന് രക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ പുത്രന്മാരുണ്ടാവണമല്ലോ. അപ്പോൾ പുത്രനില്ലാതെ കണ്ട് എന്ത് സൗഭാഗ്യം ഉണ്ടായിട്ട് എന്താണ് കാര്യം? അങ്ങ് അതിനായും കൊണ്ട് എന്നെ അനുഗ്രഹിക്കണം എന്ന് വീണ്ടും നിർബന്ധപൂർവം പലവട്ടം പറഞ്ഞപ്പോൾ മഹർഷി ചിന്തിച്ചു, ഇദ്ദേഹത്തിന് എന്താണോ യോഗം അത് അങ്ങനെ തന്നെ വരണല്ലേ. അതിന് മഹർഷി അവിടെ
അത് മുടക്കാൻ വിചാരിച്ചുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ശരി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ധ്യാനിച്ചും കൊണ്ട് ഒരു പഴം എടുത്തിട്ട് ആ ആത്മദേവന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത് പത്നിയോട് സേവിക്കാൻ പറയൂ, അതേപോലെ വ്രതനിഷ്ഠയോടുകൂടി 1 കൊല്ലം കഴിച്ചു നീക്കണം. ആ സമയത്ത് ഈ പത്നി ഗർഭിണിയാവും, സൽസന്താനം ഉണ്ടാവുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹിച്ചു. അങ്ങനെ അദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടി തിരിച്ച് വീട്ടിലെത്തി പത്നിയുടെ കയ്യിൽ ഈ പഴം ഏൽപ്പിച്ചും കൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഈ ധുന്ധുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞൂലേ, ഈ ഒന്നാമതേ പരദൂഷണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ദുഷ്ടചിന്ത ഉള്ള സ്ത്രീയാണ്. അവരോട് വ്രതനിഷ്ഠയോടുകൂടി 1 കൊല്ലം കഴിയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അസത്യം പറയാൻ പാടില്ല, ഈർഷ്യ, മത്സരബുദ്ധി, ഈ കാര്യങ്ങളൊന്നും പാടില്ല, പരദൂഷണം പാടില്ല, ഭഗവാനെ തന്നെ ചിന്തിച്ചും കൊണ്ട് 1 വർഷം വ്രതത്തോടു കൂടി നിൽക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് ദേഷ്യം വന്നു. അതേപോലെ തന്നെ എന്താ പറഞ്ഞത്, അവർക്ക് ഗർഭിണിയാവാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാ. കാരണം ഗർഭം ധരിച്ച് കുട്ടി ഉണ്ടാവണ ഗർഭധാരണത്തിന്റെ കാലത്തിലുള്ള അനേകം ശാരീരിക ബുദ്ധിമുട്ടുകൾ സഹിക്കണം. അത് കഴിഞ്ഞ് കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടിയിട്ട് അനേകം വേദന സഹിക്കണം. അത് കഴിഞ്ഞ് കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയെ ശുശ്രൂഷിക്കാനായി കൊണ്ട് പലതരം ബുദ്ധിമുട്ടും സഹിക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് ധുന്ധുളിക്ക്. അപ്പോൾ വന്ധ്യകളായിട്ടുള്ള സ്ത്രീകൾ എത്ര ഭാഗ്യവതികളാണെന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ധുന്ധുളി ഇത്രേ. അപ്പോൾ അങ്ങനെയുള്ള ധുന്ധുളിക്ക് ഈ ഒരു സംഭവം, ഈ പഴം കൊണ്ടേ കൊടുത്തപ്പോൾ തീരെ ഇഷ്ടമായില്ല. അത് കാണിക്കാൻ പോയില്ല. പക്ഷെ ഇതിന്ന് എന്താണ് ഇനി മാർഗം, ഇത് കഴിക്കാൻ തീരെ താല്പര്യം ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ധുന്ധുളിയുടെ അനുജത്തി ഇദ്ദേഹത്തിന്റെ ഗൃഹത്തിലേക്ക് വന്നത്. ഈ ധുന്ധുളിയുടെ അനുജത്തി എന്ന് പറഞ്ഞാൽ ഇവര് ഗർഭിണിയായിരുന്നു, മാത്രമല്ല ഇവർക്ക് അനേകം കുട്ടികൾ ഉണ്ടേനും. അപ്പോൾ ധുന്ധുളിയുടെ അനിയത്തിയോട് ധുന്ധുളി ഈ കാര്യം പറഞ്ഞു. ഇങ്ങനെ ഒരു വിഷമമുണ്ടെന്ന് പറഞ്ഞപ്പോൾ അനിയത്തി മാർഗം പറഞ്ഞു കൊടുത്തു എന്നാ. ജ്യേഷ്ഠത്തി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞാൻ ഗർഭിണിയാണ്, അപ്പോൾ ഇപ്പോൾ ഗർഭം നടിക്കുക, എനിക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് തരാം. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആത്മദേവന്റെ കണ്ണിൽ പൊടിയിട്ടിട്ട് നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള രീതിയിൽ മാർഗം പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ധുന്ധുളി അവിടെ ഗർഭം അഭിനയിച്ചു, അനുജത്തി അവിടെ കുട്ടിയെ പ്രസവിക്കണവരെ. ഈ പഴം എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവിടെ പ്രസവിക്കാത്ത ഒരു പശു ഉണ്ടായിരുന്നു. ആ പശുവിന് ഈ പഴം കൊണ്ടേ കൊടുത്തു, ഒന്ന് പരീക്ഷിക്കാന്ന് കരുതിയിട്ടാ, ആ മഹർഷിക്ക് എത്ര ശക്തി ഉണ്ടെന്ന് പരീക്ഷിക്കാന്ന് കരുതിയിട്ട് ധുന്ധുളി ഈ പശുവിന് ഈ പഴം കൊണ്ടേ കൊടുത്തു എന്നാ. ആ പശു ആണെങ്കിൽ വളരെ നിഷ്ഠയോടുകൂടി, ആ പശു എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സാധു മൃഗമാണ്, അത് ആ പഴം സേവിച്ചും കൊണ്ട് സേവിച്ചപ്പോൾ തന്നെ ആ പശു ആണെന്നുണ്ടെങ്കിലും കൂടി അവിടെ മനഃശുദ്ധി വന്നു. അങ്ങനെ ആ ഭഗവത് ചിന്തകളോടുകൂടി ആ പശു ഗർഭിണിയായി. അങ്ങനെ അത് ആ കാലം അവിടെ കഴിഞ്ഞു. ഇവിടെ ആ അനുജത്തി ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് വരെ ധുന്ധുളിയും ഗർഭം അഭിനയിച്ച് കഴിഞ്ഞുകൂട്ടി. അങ്ങനെ അനുജത്തി പ്രസവിച്ചു, കുട്ടിയെ പറഞ്ഞ പോലെ തന്നെ ധുന്ധുളിക്ക് കൊണ്ടേ കൊടുത്തു. കുട്ടി തങ്ങളുടെ കുട്ടിയാണെന്ന് പറഞ്ഞ ആത്മദേവന്റെ കയ്യിൽ കൊണ്ടേ കൊടുത്തു. ആത്മദേവന് വളരെയധികം സന്തോഷമായി. കുട്ടിക്ക് ജാതകർമ്മവും കാര്യങ്ങളൊക്കെ ചെയ്തു. ധുന്ധുകാരി എന്ന് പേര് കൊടുത്തു. അങ്ങനെ ഇതേ സമയത്താണ് ആ പശു, അന്ന് ആ പഴം സേവിച്ചിരുന്ന പശു അവിടെ പ്രസവിച്ചു. അതിതേജസ്വി ആയിട്ടുള്ള ഒരു പുത്രനെ പ്രസവിച്ചു എന്നാണ് പറയുന്നത്. പശുവാണ് പ്രസവിച്ചത്, പക്ഷെ ജനിച്ചത് മനുഷ്യക്കുട്ടിയാണ്. ആ മനുഷ്യക്കുട്ടിയുടെ ചെവി മാത്രം പശുവിൻ്റെതായിരുന്നു അത്രേ. അത് കാരണം ആ കുട്ടിക്ക് ഗോകർണൻ എന്ന് പേരും കൊടുത്തു. അങ്ങനെ ഈ 2 കുട്ടികളെയും സ്വന്തം പുത്രന്മാരായിട്ട് ഈ ആത്മദേവൻ വളർത്തിക്കൊണ്ടുവന്നു. 2 കുട്ടികളും ആ 2 രീതിയിലാണ് വളർന്നു വന്നതെന്ന് മാത്രം. ആ പശു വളരെ വ്രതനിഷ്ഠയോടുകൂടി, ആ മനഃശുദ്ധിയോടുകൂടിയാണ് ആ ഗർഭാവസ്ഥയിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗോകർണൻ ജനിച്ചപ്പോൾ തന്നെ അതിതേജസ്വിയായിരുന്നു. അതേപോലെ ആ കുട്ടിക്കാലം മുതൽ തന്നെ ഭഗവത് ചിന്തയും നല്ല സംസ്കാരത്തോടു കൂടിയും സത്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും നല്ല ബുദ്ധിമാനായും കൊണ്ടാണ് വളർന്നു വന്നത്. ധുന്ധുകാരി ആവട്ടെ, ആ അമ്മയല്ലാന്നുണ്ടെങ്കിലും അമ്മ എന്ന രീതിയിൽ അവിടെ സ്ഥാനത്ത് നിൽക്കുന്ന ധുന്ധുളിയുടെ എന്താണോ സ്വഭാവ വിശേഷം, അതേ രീതിയിലാണ് ഈ കുട്ടി വളർന്നു വന്നത്. എല്ലാവരെയും ഉപദ്രവിച്ചും കൊണ്ട്, എല്ലാവർക്കും ഒരു ശല്യമായും കൊണ്ട്, എല്ലാ രീതിയിലും കുട്ടിക്കാലം മുതലേ അതെ മറ്റുള്ളവരെ ഉപദ്രവം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ആ കുട്ടി വളർന്നു വന്നത്. അസത്യം പറയുക, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇങ്ങനെയാണ് ആ കുട്ടി വളർന്നു വന്നത്. അങ്ങനെ വളർന്ന് 2 പേരും യുവാക്കന്മാരായി. ഈ ഗോകർണൻ മഹാജ്ഞാനിയായിട്ട് വളർന്നു വന്നു. ധുന്ധുകാരി ആണെങ്കിൽ മഹാദുഷ്ടനായിട്ടാണ് വളർന്നു വന്നത്. പറഞ്ഞതുപോലെ തന്നെ ഈ മഹാരാജാവ് അറിയാതെ മഹാരാജാവിൻ്റെ പരിവാരങ്ങളുടെയും അതേപോലെ ആ രാജ്യത്തുണ്ടായിരുന്ന ധനികന്മാരുടെയൊക്കെ വീട്ടിൽ കൊള്ളയടിച്ച് അതേപോലെ ആൾക്കാരെ വധിക്കുക, ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്ത് ആ മഹാദുഷ്ടനായും കൊണ്ടാണ് വളർന്നു വന്നത്. ഇദ്ദേഹത്തിൻ്റെ ദുഷ്ടത കാരണം വീട്ടിലും അതേ അച്ഛനമ്മമാർക്ക് സ്വൈര്യമില്ലാതെയായി, അച്ഛനെയും അമ്മേനെയും ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ആ മകൻ്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാതെ ആത്മദേവൻ ഇനി എന്താ ചെയ്യേണ്ടത്, അന്ന് ആ മഹർഷി പറഞ്ഞ കാര്യം ഓർമ്മ വന്നു എന്നാ. കുട്ടികൾ ഉണ്ടായാലും സുഖം ഉണ്ടാവുമെന്ന്
ഉറപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അന്നേ അവിടെ താക്കീത് കൊടുത്തതായിരുന്നു. പക്ഷെ അത് കേൾക്കാതെ താൻ ഈ ചെയ്തത് എത്ര വലിയ അബദ്ധമായി എന്ന് തോന്നി. ഇനി എന്താണ് മാർഗം? തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചുവല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് ഗോകർണൻ അവിടെ പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ്. അച്ഛൻ ദേഹാഭിമാനം ഒഴിവാക്കിയിട്ട് ഭഗവാനെ ചിന്തിച്ച് ആ ഭഗവാനിൽ മനസ്സുറപ്പിച്ചും കൊണ്ട് അവിടെ ആ മോക്ഷപദവിയിലേക്ക് പോവാണ് വേണ്ടത് എന്ന് ഉപദേശിച്ചു. ആ ഗോകർണന്റെ ഉപദേശപ്രകാരം ആ ഭഗവാനെ തന്നെ ചിന്തിച്ചും കൊണ്ട് ആ വനത്തിലേക്ക് ചെന്നിട്ട് അദ്ദേഹം മോക്ഷം സാധിച്ചു എന്നാണ്. അദ്ദേഹത്തിന് സായുജ്യം സാധിച്ചു. അങ്ങനെ ആ അച്ഛൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോൾ പിന്നെ അമ്മയുടെ നേർക്കായി, ധുന്ധുളിയുടെ നേർക്കായി ധുന്ധുകാരിയുടെ സകലവിധ ഉപദ്രവങ്ങളും. ഈ ഒരു ഉപദ്രവം സഹിക്ക വയ്യാതെ അന്ന് രാത്രി ഈ ധുന്ധുളി കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു. അത്രയും ദുഷ്ടനായിട്ടുള്ള മകനായത് കാരണം ആ അമ്മ അങ്ങനെ ആത്മഹത്യ ചെയ്തു. നോക്കൂ, അവരവർ ചെയ്യണ കർമ്മത്തിന്റെ എന്തായാലും ഫലം കാണാതിരിക്കില്ല എന്നാണ് ഇതെന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇപ്പൊ ധുന്ധുകാരിക്ക് ഇനിയിപ്പോ നോക്കാനോ പറയാനോ ചോദിക്കാനോ ആരും ഇല്ലാണ്ടേ എന്ത് വേണമെങ്കിലും ചെയ്യാന്നുള്ള മട്ടായി. ഗോകർണനാണെങ്കിൽ അവിടുന്ന് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ധുന്ധുകാരി അനേകം ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അവിടെ ആ പറഞ്ഞല്ലോ, ആൾക്കാരുടെ കയ്യിൽ നിന്ന് കാശ് തട്ടിപ്പറിക്കുക, മോഷണം, പിന്നെ വേശ്യകളുടെ കൂടെ നടക്കുക, അങ്ങനെ അനേകം മദ്യം സേവിക്കുക, അനേകം ദുഷ്കർമ്മങ്ങളെല്ലാം ചെയ്തു തുടങ്ങി. മഹാ ഉപദ്രവകാരിയായി തീർന്നു ആ രാജ്യത്തെ. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ, ഇദ്ദേഹത്തിന് പത്നിമാരുടെ സ്വരൂപത്തിൽ അനേകം വേശ്യമാരുടെ കൂടെയാണ് സഞ്ചാരം. അപ്പൊ ഇവരെല്ലാവരും കൂടി ഇദ്ദേഹത്തിനെ പറഞ്ഞിട്ട് തങ്ങൾക്ക് ഇനി എന്തോ ഒരു വിശിഷ്ടമായിട്ടുള്ള കല്യാണം എന്തോ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ പോവാൻ വേണ്ടിയിട്ട് ആഭരണങ്ങളും പട്ടുസാരികളും അതും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് ശാഠ്യം പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏതോ ഒരു ധനികന്റെ വീട്ടിൽ കയറിയിട്ട് ഈ കാര്യങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്നു എന്നാ. ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി. പക്ഷെ അവർ ചിന്തിച്ചു എന്നാ, ഇത് വലിയൊരു ധനികന്റെ വീട്ടില് കവർച്ച നടത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അധികം വൈകാതെ രാജഭടന്മാർ ഇവിടെ വരും. ഈ ധുന്ധുകാരിയുടെ കൂടെ ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഇവരെയും പിടിച്ച് ജയിലിലിടും. അപ്പൊ അത് ചിന്തിച്ചിട്ട് ഇനി എങ്ങനെയെങ്കിലും ആ ഇതിന്ന് രക്ഷപ്പെടാൻ, രാജഭടന്മാരുടെ മുൻപിൽ നിന്ന് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം? ഈ ധുന്ധുകാരിനെ അങ്ങോട്ട് വധിച്ച് കളയുക. അവരെല്ലാവരും കൂടി തീരുമാനിച്ചു. അങ്ങനെ ധുന്ധുകാരിക്ക് മദ്യമൊക്കെ കൊടുത്തിട്ട് ബോധരഹിതനായിട്ട് നിൽക്കുന്ന സമയത്ത് ആ കഴുത്ത് ഞെരുക്കിയിട്ട് എല്ലാവരും കൂടി ഗംഭീരമായിട്ട് അദ്ദേഹത്തിനെ വധിച്ചു. അങ്ങനെ വധിച്ച ആ ധുന്ധുകാരി അദ്ദേഹത്തിന്റെ മഹാപാപ ശക്തി കാരണം ഒരു ലോകത്തിലും ഗതി കിട്ടാത്ത രീതിയിൽ മഹാപ്രേതമായിട്ട് ഭവിച്ചു എന്നാ പറയണത്. ഈ ഭൂമിയിൽ തന്നെ പുറത്തേക്ക് സഞ്ചരിക്കാൻ സാധിക്കാതെ അങ്ങനെ ഒരു ആത്മാവായിട്ട്, പ്രേതാത്മാവായിട്ട് ഒരു ഗതിയും ഇല്ലാതെ അവിടെ ഇവിടെയും അലഞ്ഞുകൊണ്ട് സകലവിധ യാതനകളും അനുഭവിച്ചും കൊണ്ട് അലയാൻ തുടങ്ങിയെന്നാ. ഇങ്ങനെ അലയാൻ തുടങ്ങിയ സമയത്ത് എന്താണ് മാർഗം? ഇപ്പൊ ഗതിയില്ല. അപ്പോൾ ഗതി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഈ ശ്രാദ്ധ കാര്യങ്ങളൊക്കെ ചെയ്യണത്. സാധാരണഗതിക്ക് നമ്മൾക്കൊക്കെ കുടുംബത്തിലെ ഒരാൾ അങ്ങനെ മരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ശ്രാദ്ധകർമ്മങ്ങൾ, സംസ്കാര കർമ്മങ്ങൾ ഇതൊക്കെ ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ ആ ആത്മാവിന് ഗതി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യണത്. അപ്പോൾ ഇവിടെ ആ ഗതി കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആ പ്രേതം അങ്ങനെ അലഞ്ഞു തിരിയണ സമയത്താണ് ഗോകർണൻ ഇത് അറിയാനിടയായി എന്നാണ്. തൻ്റെ സഹോദരനായിട്ടുള്ള ധുന്ധുകാരി ഇങ്ങനെ മരിച്ചു എന്നുള്ളത്. അപ്പോൾ കേട്ടപ്പോൾ വലിയ വിഷമമുണ്ടായി. എന്തായാലും ഈ പ്രേതാത്മാവ് പറയാതെ തന്നെ ഈ ഗോകർണൻ എന്ത് ചെയ്തു? തൻ്റെ സഹോദരനായും ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തു. ഗയാശ്രാദ്ധം മുതലായിട്ടുള്ള അതിവിശിഷ്ടമായിട്ടുള്ള ശ്രാദ്ധകർമ്മങ്ങളൊക്കെ ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹം ആ സഞ്ചാരമൊക്കെ കഴിഞ്ഞിട്ട് തൻ്റെ ഗൃഹത്തിലേക്ക് ഗോകർണൻ തിരിച്ചെത്തിയ സമയത്ത് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ഒരു ദിവസം രാത്രി അദ്ദേഹം പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ടിട്ട് ഉണർന്നപ്പോൾ ഈ തൻ്റെ സഹോദരനായിട്ടുള്ള ധുന്ധുകാരി എന്ന പ്രേതാത്മാവ് തൻ്റെ മുൻപിൽ പ്രത്യക്ഷനായിട്ട് നിൽക്കണ കണ്ടു. മഹാഭീകര സ്വരൂപം. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ വളരെയധികം വിഷമം തോന്നും. അനേകം യാതനകൾ അനുഭവിച്ചും കൊണ്ട് ആ ഒരു ആത്മാവ് എന്നുള്ള ഒരു സ്വരൂപത്തിൽ നിന്ന് രക്ഷ കിട്ടാതെ, ഗതി കിട്ടാതെ ആ ഗോകർണനെ അഭയം പ്രാപിച്ചും കൊണ്ടാണ് വന്നിട്ടുള്ളത്. എന്നെ രക്ഷിക്കണേ സഹോദര, എനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട്, ഗതി കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാർഗം കാണിച്ചു തരണേ എന്നുള്ള അർത്ഥത്തിൽ വന്നപ്പോൾ വളരെയധികം വിഷമം തോന്നി. എന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടുപിടിക്കാം എന്ന് അവിടെ ഗോകർണൻ ഉറപ്പ് പറയുകയാണ്. അതാണ് സജ്ജനങ്ങളുടെ ലക്ഷണം. എത്ര വലിയ ദുഷ്ടന്മാരായാലും ശരി, അവരെ അഭയം പ്രാപിച്ചിട്ടാണ് വരണമെന്നുണ്ടെങ്കിൽ അവരുടെ സങ്കട നിവാരണത്തിന് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാൻ പുറപ്പെട്ടിറങ്ങുന്ന ആൾക്കാരാണ് സജ്ജനങ്ങൾ. അങ്ങനെ ഗോകർണൻ പുറപ്പെടുന്നു, സജ്ജനങ്ങളെയൊക്കെ കാണുന്നു, അവരോട് ചോദിക്കുന്നു എന്താണ് മാർഗം, എൻ്റെ സഹോദരൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, ആ പ്രേതാത്മാവിന് ഗതി കിട്ടാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ അന്വേഷിച്ചു.
അപ്പോൾ ഗയാശ്രാദ്ധം ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ശ്രാദ്ധകർമ്മത്തിൽ പറയുന്നതാണ്. എത്ര വലിയ മഹാപാപം ചെയ്താലും അവിടെ ഗതി കിട്ടും എന്ന് പറയുന്ന ഒരു സംസ്കാര ചടങ്ങാണ് ഗയാശ്രാദ്ധം. ആ ഗയാശ്രാദ്ധം അടക്കം ചെയ്തിട്ടും ഈ പ്രേതത്തിന് മുക്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെന്താ മാർഗം എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല എന്ന് എല്ലാവരും കൈമലർത്തി. കാരണം അത്ര മഹാപാപ ശക്തിയാണ് ധുന്തുകാരിക്ക് അല്ലേ. നമ്മൾ പറഞ്ഞു ആ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് അത്രയധികം ദുരിതം ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഈ ഒരു വ്യക്തി. അത് കാരണം പ്രേതമായി തീർന്ന അപ്പോൾ ഇദ്ദേഹത്തിന് ഈ യാതനകൾ മുഴുവൻ അനുഭവിക്കേണ്ടി വരുന്നു. എന്താണ് ഗതിക്കൊരു മാർഗം എന്നുള്ളത് ആർക്കും തീർച്ചപ്പെടുത്താൻ സാധിക്കണമില്ല. അങ്ങനെ ഗോകർണൻ അവസാനം എന്ത് ചെയ്തു? ആ സൂര്യഭഗവാനെ സ്മരിച്ചു എന്നാണ്. സൂര്യഭഗവാനെ ആ തൻ്റെ തപശക്തി കൊണ്ട് സൂര്യൻ്റെ ഗതി നിർത്തി. അങ്ങനെ നിർത്തിയിട്ട് സൂര്യൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സമയത്ത് സൂര്യനോട് ചോദിച്ചു, എന്താണ് മാർഗം? എനിക്ക് പറഞ്ഞു തരണം, എൻ്റെ സഹോദരനെ എനിക്ക് സഹായിക്കണം. അപ്പോൾ ആ പ്രേതാത്മാവിന് ഗതി കിട്ടാൻ ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ സൂര്യഭഗവാൻ അവിടെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. യാതൊരു സംശയവുമില്ല, ഗയാശ്രാദ്ധം അടക്കം ചെയ്തിട്ടും മുക്തി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും എത്ര വലിയ മഹാപാപം ചെയ്ത ആളാണെങ്കിലും ശരി, സപ്താഹ രൂപത്തിൽ ശ്രീമദ് ഭാഗവതം ശ്രവിക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പ്രേതാത്മാവിന് ഗതി കിട്ടുമെന്ന് സൂര്യഭഗവാൻ അവിടെ ഉപദേശിച്ചു കൊടുക്കുകയാണ് ഗോകർണന്. അങ്ങനെ ആ ഉപദേശപ്രകാരം ഗോകർണൻ അതിഗംഭീരമായിട്ട് ഒരു ഭാഗവത സപ്താഹം അവിടെ ആരംഭിച്ചു. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രേതാത്മാവിന് ഈ ഭാഗവതം ശ്രവിക്കാൻ സാധിക്കുക? കാരണം 7 ദിവസം ഒരു സ്ഥാനത്ത് അനങ്ങാതെ ഇരിക്കാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനത്ത് ഉറച്ചിരിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇതിന് സാധിക്കുള്ളൂ. പക്ഷേ ഈ പ്രേതാത്മാവിന് സദാ അലഞ്ഞു തിരിയാനുള്ളതേ അതിന് സാധിക്കുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ ഇരിക്കുന്ന സമയത്താണ് അവിടെ ഒരു മുള കണ്ടു. ആ മുളയ്ക്ക് 7 കമ്പുകളുണ്ട്. അതിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ചെറിയ ദ്വാരത്തിൽ കൂടെ ഈ പ്രേതാത്മാവ് ഈ മുളയുടെ ഉള്ളിൽ കയറിപ്പറ്റി. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ സ്ഥാനം ഉറപ്പിച്ചും കൊണ്ട് ഭാഗവതം ശ്രവിക്കാൻ തുടങ്ങിയെന്നാ. അങ്ങനെ ഓരോ ദിവസവും ഭാഗവത സപ്താഹം ഈ പ്രേതാത്മാവ് ആ വേദിയിലിരുന്ന് കേട്ടു തുടങ്ങി. അവിടെ അനേകം ഭക്തന്മാർ വേറെയും വന്നിട്ടുണ്ടായിരുന്നു ഭാഗവത സപ്താഹം കേൾക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ ഗോകർണൻ്റെ ആഭിമുഖ്യത്തിൽ അവിടെ ഭാഗവത സപ്താഹം നടന്നു. ഓരോ ദിവസം ചെല്ലുമ്പോഴും അവസാനമായി കഴിഞ്ഞാൽ, ആ സന്ധ്യാസമയം ആയി കഴിഞ്ഞാൽ അവിടെ ഒരു അത്ഭുതം ഉണ്ടാവുന്ന. ഈ മുളയ്ക്ക് 7 കമ്പുകളാണെന്ന് പറഞ്ഞല്ലോ, അതിൽ ഒരു കമ്പ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കണ ഒരു ശബ്ദം കേൾക്കുന്ന. അപ്പം ആ ഒരു കമ്പ് അങ്ങോട്ട് പൊട്ടിത്തെറിക്കും. പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞാൽ രണ്ടാമത്തത്, പിറ്റേ ദിവസമായി കഴിഞ്ഞാൽ മൂന്നാമത്തത്, ഇങ്ങനെ 7 ദിവസം. 7ാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ അവസാനത്തെ ആ മുളയുടെ കമ്പും കഷ്ണവും അവിടെ പൊട്ടിത്തെറിച്ചു. അതിൽ നിന്ന് പുറത്ത് വന്നത് പിന്നെ ആ പ്രേതാത്മാവല്ല, ആ സസ്യശ്യാമള സ്വരൂപത്തോടു കൂടിയിട്ടുള്ള ആ നീലമേഘശ്യാമള സ്വരൂപനായിട്ടുള്ള ഭഗവത് പാർഷദനായി തീർന്നു. ഭഗവാന്റെ സാരൂപ്യമുക്തി ആ പ്രേതാത്മാവിന് അവിടെ സിദ്ധിച്ചു. ഇത്രയും ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന, മഹാപാപങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്ന ധുന്ധുകാരി എന്ന് പറയുന്ന ആ പ്രേതത്തിന് അവിടെ മോക്ഷം സാധിച്ചു, സാരൂപ്യമുക്തി സാധിച്ചു എന്നാണ് പറയുന്നത്. അതായത് ഈ ഭാഗവത ശ്രവണം 7 ദിവസം കൊണ്ട് സപ്താഹ രൂപത്തിൽ ഇത് ചെയ്ത സമയത്ത് ഇത്രയും വലിയ മഹാപാപം ചെയ്തിട്ടുള്ള ആളാണെങ്കിലും ശരി, ധുന്ധുകാരിക്കടക്കം അതിന് സാധിച്ചു എന്നാണ് പറയുന്നത്, മോക്ഷം കിട്ടാൻ. ഇങ്ങനെ അവിടെ അപ്ലയ്ക്കും വൈകുണ്ഠത്തിൽ നിന്ന് ഭഗവത് പാർഷദന്മാർ വന്നു ധുന്ധുകാരിയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഈ ഭഗവത് സാരൂപ്യം ലഭിച്ചിട്ടുള്ള ഈ ആത്മാവിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നു. ഇങ്ങനെ കൊണ്ടുപോണ കണ്ടപ്പോൾ ഗോകർണന് വലിയ സന്തോഷം ഉണ്ടായി. കാരണം തൻ്റെ സഹോദരൻ അവിടെ ഗതി കിട്ടുകയല്ലേ ചെയ്തത്. പക്ഷെ അതേപോലെ തന്നെ ഒരു സംശയം ഉണ്ടായിന്ന. കാരണം ഈ വേദിയിൽ അനേകം ആൾക്കാർ ഭാഗവതം കേൾക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ധുന്ധുകാരിക്ക് മാത്രം എന്തുകൊണ്ട് മുക്തി സാധിച്ചു, എന്തുകൊണ്ട് ഇവർക്കൊന്നും സാധിച്ചില്ല? ഈ സംശയം പാർഷദന്മാരോട് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞു, ധുന്ധുകാരി കേട്ട പോലെ വേറെ ആരും കേട്ടില്ല എന്നാ. ഭാഗവതം സശ്രദ്ധം, ആ ഒരു ഭാഗവതത്തിൽ പറയണ ആ തത്വങ്ങള്, കാര്യങ്ങൾ, അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ട് വേറെ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാതെ, ദേഹത്തിനെ കുറിച്ചോ ദേഹവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ എന്ത് കാര്യങ്ങളെക്കുറിച്ചോ ലോകത്തിനെ കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ ആ ഭാഗവതത്തിൽ പറയണ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചും കൊണ്ട് അത് മാത്രം മനനം ചെയ്തും കൊണ്ട് ഇരുന്നിട്ടുള്ള ഒരേ ഒരാളേ ഉള്ളൂ, അത് ധുന്ധുകാരിയേ ഉള്ളൂ. അത് കാരണമാണ് ധുന്ധുകാരിക്ക് മാത്രം അത് സാധിച്ചത് എന്നാ. ഇത് കേട്ടപ്പോൾ ഗോകർണൻ എന്ത് ചെയ്തു? ഉടനെ അടുത്ത സപ്താഹം തുടങ്ങി. ആ വേദിയിൽ വെച്ച് തന്നെ അടുത്ത ഭാഗവത സപ്താഹം തുടങ്ങി. ഇതേ ആൾക്കാർ അവിടെ എത്തിച്ചേർന്നു. എല്ലാവരോടും പറഞ്ഞു, ഇതാണ് ഭാഗവത് പാർഷദന്മാർ പറഞ്ഞ കാര്യം. എല്ലാവരും ഇത്തവണ ധുന്ധുകാരിയെ പോലെ സശ്രദ്ധം ആ കഥകൾ കേൾക്കാൻ തുടങ്ങിയെന്ന. അങ്ങനെ ഈ 7 ദിവസത്തിന്റെ അവസാനം
ഇത്തവണ എന്താ ഉണ്ടായത്? ആ ഭാഗവതം സമർപ്പിക്കുന്ന സമയത്ത് വീണ്ടും വൈകുണ്ഠത്തിൽ നിന്ന് പാർഷദന്മാർ വന്നു. പക്ഷെ ഇത്തവണ അവരെ കൊണ്ടുപോയത് ഒരാളെ അല്ല, അവിടെ ആ വേദിയിൽ ഉണ്ടായിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും അവിടെ ഭഗവത് സാരൂപ്യം സാധിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ അത്ര മഹാത്മ്യമുണ്ട്. എത്ര വലിയ മഹാപാപം ചെയ്ത ആൾക്കാരായാലും ശരി, ബ്രഹ്മഹത്യ മുതലായിട്ടുള്ള അത്രയും വലിയ ഘോര പാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരായാലും ശരി, ധുന്തുകാരിയുടെ അവിടെ ഉദാഹരണം അതിനാണ് പറയുന്നത്. എത്ര വലിയ ദുഷ്കർമ്മങ്ങൾ ചെയ്ത ആൾക്കാരായാലും ശരി, ഭാഗവതം സപ്താഹ രീതിയിൽ കേൾക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തി ലഭിക്കണു, ഭഗവത് സായുജ്യം സാധിക്കുകയും ചെയ്യണു. അപ്പൊ അതാണ് ഭാഗവതത്തിന്റെ മഹാത്മ്യം എന്ന് എടുത്തു കാണിക്കുകയാണ്. അപ്പൊ ഇത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഭാഗവതം, ആ ഭാഗവതത്തിലേക്കാണ് നാളെ നമ്മൾ പ്രവേശിക്കാൻ പോണത്. ഈ ഭാഗവത മഹാത്മ്യത്തിലെ 6ാമത്തെ ഭാഗത്തില് സപ്താഹ ശ്രവണ വിധിയും സപ്താഹം നടത്തേണ്ട വിധിയും കാര്യങ്ങളൊക്കെയാണ് വിസ്തരിച്ച് പറയുന്നത്. അതിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യമില്ലാത്ത കാരണം ഇപ്പൊ തൽക്കാലം അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ നാളെ മുതൽ നമ്മൾ തുടങ്ങാൻ പോകുന്ന ഈ ഭാഗവത യജ്ഞം, അല്ലെങ്കിൽ നാളെ മുതൽ, ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ചത് മഹാത്മ്യം പറഞ്ഞിട്ടാണ്, നാളെ മുതലാണ് ശരിക്കുമുള്ള ഭാഗവതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അപ്പോൾ ഭാഗവതം നമ്മൾ പാരായണം ചെയ്യുക അല്ലാന്നുണ്ടെങ്കിലും അതിന് ഭഗവാൻ പിന്നീട് ഒരവസരം ഒരു പക്ഷെ തരുമായിരിക്കും. അതിനുള്ള അറിവും ആ കഴിവും ഒക്കെ തികയണ സമയത്ത്, ഭഗവാൻ തീരുമാനിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാൻ ശ്രമിക്കാം. പക്ഷെ ഇപ്പോൾ നമ്മൾ ഏറ്റവും ആ വിശിഷ്ടായും കൊണ്ട് ഭഗവാന്റെ കാൽക്കൽ നമുക്ക് ഈ ഒരു കഥാരീതിയിലുള്ള ഭാഗവതം നമുക്ക് സമർപ്പിക്കാൻ ശ്രമിക്കാം. വൈഷ്ണവ മാസമാണ്, വൈശാഖാണ്, എല്ലാവർക്കും അറിയണതാണ്. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് പ്രത്യക്ഷ കൃഷ്ണ സ്വരൂപമായിട്ടുള്ള ആ ഭാഗവതത്തിലൂടെ ഭഗവാനെ ഉപാസിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം തരണ ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഇവിടെ പറയുന്ന കഥയിലും അതേ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പൊറുക്കുക. അതേപോലെ സശ്രദ്ധം കഴിവതും നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക. ഭഗവാൻ അനുഗ്രഹിച്ച് വേണ്ട രീതിയിൽ പറയാനും സാധിക്കട്ടെ. അതിനും അനുഗ്രഹിക്കൂ എല്ലാവരും. അപ്പോൾ നാളെ മുതൽ പ്രഥമസ്കന്ധത്തിലെ ആദ്യത്തെ 12 അധ്യായങ്ങളാണ് നാളെ പറഞ്ഞ് സമർപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനായും കൊണ്ട് എല്ലാ സജ്ജനങ്ങളും അനുഗ്രഹിക്കണം. അത് പ്രാർത്ഥിച്ചും കൊണ്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് ഇന്ന് തൽക്കാലം വിടവാങ്ങുകയാണ്. ഹരേ കൃഷ്ണ.